ചെല്ലാനത്ത് കണ്ണമാലിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്നലെ ഇവിടെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. കടൽ ഇവിടെ കയറി ഈ വീടുകളിലൊക്കെ വെള്ളം നിറഞ്ഞ ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇന്ന് മഴയ്ക്ക് ശമനമുണ്ട്, കടൽക്ഷോഭത്തിനും ശമനമുണ്ട്. പക്ഷേ ഇന്നലത്തെ മഴയും കടൽക്ഷോഭവും ഒക്കെ ബാക്കി വെച്ച ആ ഒരു ദുരിതത്തിന് ഇപ്പോഴും അറുതിയായിട്ടില്ല എന്നുള്ളതാണ്. കൃഷിസ്ഥലങ്ങൾ ഉൾപ്പെടെ ഉപ്പുവെള്ളം കയറി വലിയ ദുരിതത്തിലാണ്. സേവ്യരേട്ടൻ്റെ കൃഷിസ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ വലിയ തോതിലുള്ള നാശം, കൃഷിനാശമാണ് സംഭവിച്ചിരിക്കുന്നത്. ചേട്ടാ, എന്താ സംഭവിച്ചത്? ഇത് ഞങ്ങൾ കാലാകാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതമാണ്. കൊല്ലങ്ങളായി അനുഭവിക്കുന്നതാണ്. വേണ്ടപ്പെട്ട സംവിധാനങ്ങളിലൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരാളും ഇതിനകത്ത് ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല. ഇവിടെ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ്. ശരിക്കും പാർട്ടി പ്രവർത്തനം ഈ രംഗത്തില്ല. ഇവിടെ ഇതുവരെ ഒരു പാർട്ടി മെമ്പർ പോലും വന്ന് നോക്കിയിട്ടില്ല ഇതെന്താണ് ദുരിതാനുഭവിക്കുന്നത്. ഇവിടെ മുഴുവൻ വെള്ളം കയറി അല്ലേ? ഇവിടെ നിറയെ വെള്ളമായിരുന്നു. ഇവിടെ നിറച്ചു വെള്ളമായിരുന്നു. എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ 2018 ഞങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ നാശനഷ്ടം വരെ ഉണ്ടായി. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഫ്ലോറ്, വീടിൻ്റെ തറകൾ എല്ലാം നാശം ആയിട്ട് ഞങ്ങൾക്ക് വെറും 5000 രൂപ മാത്രമേ തന്നുള്ളൂ. ഈ പ്രാവശ്യം ഇപ്പോൾ ഈ കൃഷി വാഴയൊക്കെ നശിച്ചു പോകുമല്ലേ ഉപ്പുവെള്ളം കയറിയാലും? ഇത് ഈ വാഴ, അടക്കാമരം, തെങ്ങ്, ചേമ്പ്, വെച്ചിങ്ങ, പച്ചമുളക്, ഈ മുതലായവ എല്ലാം ഉണങ്ങിപ്പോവും. ഇന്നലെ എവിടെ വരെ കയറിയായിരുന്നു ചേട്ടാ വെള്ളം? ഈ പ്രദേശം ഇപ്പൊ നിൽക്കുന്ന ലെവലിനെക്കാളും 2 അടി പൊക്കത്തിലാണ് വെള്ളം നിന്നിരുന്നത്. വെള്ളം ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയും വെള്ളം വരും. ഇന്ന് കടൽ കയറുമ്പോൾ ഈ വെള്ളം വീണ്ടും കയറും. വെള്ളം കയറാതിരിക്കാൻ ഇവിടെ ടെട്രാപോഡ് സ്ഥാപിച്ചിട്ടുണ്ടോ ഈ ഭാഗത്തൊക്കെ? ഈ ടെട്രാപോഡ് ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഈ കൊല്ലം വരുമെന്ന് പറഞ്ഞിരുന്നതാണ്, പക്ഷെ വന്നില്ല. മന്ത്രി ഉറപ്പ് വന്നിരുന്നു, പക്ഷെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് വന്നില്ല എന്ന കാരണത്താൽ ഈ പദ്ധതി മുടങ്ങിയിരിക്കുകയാണ്. ഈ അവസാനം പെയ്ത മഴയിൽ അല്ലെങ്കിൽ കടൽ കയറിയപ്പോൾ ഈ വാഴയൊക്കെ നശിച്ചപ്പോൾ ചേട്ടൻ എന്തെങ്കിലും നഷ്ടപരിഹാരം കിട്ടിയിരുന്നോ? നഷ്ടപരിഹാരം ഇതുവരെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 2018 വെള്ളം കയറിയപ്പോൾ ഞങ്ങൾക്ക് 5 ലക്ഷത്തിൽ ചെല്ലാൻ രൂപയുടെ നാശനഷ്ടം ഉണ്ടായി. വെറുതെ 5000 രൂപ തന്നിട്ട് അത് അങ്ങനെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇതാണ് കണ്ണമാലിയിലെ സാഹചര്യം. ഉപ്പുവെള്ളം കയറി അത് ഇറങ്ങിയെങ്കിലും ആശ്വാസമായിട്ടില്ല. ഇവിടുത്തെ കർഷകർ ഉൾപ്പെടെയുള്ളവർ വലിയ ദുരിതത്തിലാണ്. ഇപ്പോൾ ഈ ഉപ്പുവെള്ളം കയറുന്ന ഈ വാഴ ഉൾപ്പെടെയുള്ള ഈ വിളകൾ, പച്ചക്കറികളൊക്കെ നശിച്ചു പോകുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. കാരണം ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാൽ അവയ്ക്ക് പിന്നീട് വളരാൻ സാധിക്കുന്നതല്ല. ഓരോ തവണ മഴ പെയ്യുമ്പോഴും കടൽ കയറുമ്പോഴും ഒക്കെ ഇത്തരത്തിൽ വിളകളിലൊക്കെ ഉപ്പുവെള്ളം കയറി നശിക്കും. പക്ഷേ നഷ്ടപരിഹാരം പോയിട്ട് നയാ പൈസ നൽകുന്നില്ല എന്നാണ് കർഷകർ ആരോപിക്കുന്നത്. ഇന്നലെ പൊങ്ങിയ കടൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ന് മഴ കനക്കുകയാണ്. കടലല പോലെ ചെല്ലാനത്തുകാരുടെ മനസ്സും ക്ഷുഭിതമാണ്. ഇന്നത്തെ മഴയിൽ വീട്ടിലേക്ക് വെള്ളം എത്തുമോ? ഇനി എന്താണ് ഇതിന് പരിഹാരം? നശിച്ചുപോയ വിളകൾക്ക് ആര് നഷ്ടപരിഹാരം നൽകും? ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം ആദിത്യൻ ഓമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.